ഒറ്റ നോട്ടത്തിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണെന്ന് തോന്നും. പക്ഷേ എല്ലാവരും ഗൗരവമായി പത്രം വായിക്കുകയാണ്. ഇതാണ് കൽപ്പറ്റ മുണ്ടേരിക്കാരുടെ വഴിയോര വായനശാല. ഇവിടെ എത്തുന്ന ആർക്കും മാതൃഭൂമി ഉൾപ്പെടെ 6 പത്രങ്ങൾ സൗജന്യമായി വായിക്കാം. പ്രഭാത സവാരിക്കാർ മുതൽ തൊട്ടടുത്തുള്ള മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വരെ ദിവസവും പത്രം വായിക്കാനെത്തും. ഇത് നല്ല ഉപകാരമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വായിക്കും. പിന്നെ ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഈ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയതുകൊണ്ട് വായനയ്ക്കും നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനും കൂടുതലായിട്ട് തോന്നും. ഒരു നല്ലൊരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്യും. പിന്നെ ഇവരിത് ഒരുക്കിയിരിക്കുന്നതും ഞങ്ങൾക്കും ഒരു ഉപകാരമാണ്. വായിക്കാനും ഒന്ന് പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാനൊക്കെ. നമ്മുടെ മുണ്ടേരി സ്കൂളിന് അടുത്തുള്ള കാരുണ്യ സ്വാശ്രയ സംഘം സ്ഥാപിച്ചിട്ടുള്ള ഈ വഴിയോര വായനശാല കുട്ടികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും ഈ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം രാവിലെയും അതേപോലെ തന്നെ മറ്റ് ഇടവേളകളിലുമൊക്കെ വന്ന് പത്രം വായിക്കാനും അതേപോലെ തന്നെ ലോകവിവരങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരിടമായിട്ടാണ് ഈ വഴിയോര വായനശാലയെ കണ്ടിട്ടുള്ളത്. 16 വർഷമായി മുണ്ടേരിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യം സ്വാശ്രയ സംഘമാണ് വഴിയോര വായനശാല എന്ന ആശയം പ്രാവർത്തികമാക്കിയത്. സമീപത്തെ 2 ആദിവാസി ഉന്നതികളിലുള്ളവർക്ക് പത്രം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതി നാടിനാകെ വെളിച്ചമാവുകയായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള 2 ഉന്നതികളുണ്ട്. ഈ ഉന്നതികളിലെ ആൾക്കാർ പത്രം വായിക്കാനുള്ള പ്രയാസം സാധാരണഗതിയിൽ അവർ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ അന്യം നിന്ന് വന്ന വായന വല്ലാതെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ തുടക്കത്തിൽ ഒരു 3 പത്രം എന്ന രീതിയിലാണ് തുടങ്ങിയത്. ഇവിടെ ആയിരുന്നില്ല, ശാന്തിനഗർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിരുന്നു ഇതിൻ്റെ സ്ഥലം. ആദ്യം ആളുകൾ വന്ന് ഈ ഉന്നതിയിലുള്ള ആളുകളൊക്കെ വന്ന് ലോട്ടറി ടിക്കറ്റൊക്കെ നോക്കുവാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ പത്രം നോക്കി തുടങ്ങിയതെങ്കിലും പിന്നീട് അത് തൽക്കാലം വായനയിലേക്ക് മാറുകയും അങ്ങനെ ഒരു വായന സംസ്കാരം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വേറെ അഭിനന്ദനാർഹമാണ്. വൈകുന്നേരമായാലും ഒരു പത്രത്തിൻ്റെയും ഒരു പേജ് പോലും ഇവിടെ നിന്ന് നഷ്ടപ്പെടാറില്ലെന്നതും നാട്ടുകാർ അഭിമാനത്തോടെ എടുത്തു പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ, ഡെയിലി പത്രം വായിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ശീലമാക്കി എടുക്കേണ്ട ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇത് 12 വർഷമായിട്ട് യാതൊരു മുടക്കവും ഇല്ലാതെ ഈ പദ്ധതി അവിടെ വിജയകരമായി മുന്നിലേക്ക് പോകുന്നുണ്ടല്ലേ? വായനാ ദിനത്തിൽ വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. കൽപ്പറ്റ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ മുണ്ടേരി എന്ന് പറയുന്നത്. കൽപ്പറ്റ ഗവൺമെൻറ് ഹൈസ്കൂൾ, മുണ്ടേരി ഹൈസ്കൂൾ എന്നറിയപ്പെടുന്നത് കൽപ്പറ്റ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ മതിലിന് പുറത്താണ് 12 വർഷമായി ഇങ്ങനെ ഒരു വഴിയോര വായനശാല പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണെന്നേ തോന്നുകയുള്ളൂ. പക്ഷേ അവിടെ എപ്പോഴും ആളുകളിരുന്ന് പത്രം വായിക്കുന്നുണ്ടാകും. 6 പത്രങ്ങളാണ് അവിടെ സൗജന്യമായി വായിക്കാനായി വെച്ചിരിക്കുന്നത്. പത്രങ്ങൾ അവിടുത്തെ ഷെൽഫിലുണ്ടാകും. വരുന്നവർ വായിച്ച് അതേപോലെ തിരിച്ചു വയ്ക്കുക. ഒരു പേജ് പോലും വൈകുന്നേരമായാലും അവിടെ നിന്ന് നഷ്ടപ്പെടാറില്ല. നാട്ടുകാർ അത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണത്. തൊട്ടടുത്ത 2 ആദിവാസി ഉന്നതികളുണ്ട്. അവിടുത്തെ ആളുകൾക്ക് പത്രം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാരുണ്യം സ്വാശ്രയ സംഘത്തിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീട് അത് നാടിൻ്റെ മുഴുവൻ വായനശാലയായി മാറി. ഹൈസ്കൂളിലെയും +2ലെയും ഒക്കെ കുട്ടികൾ അവർക്ക് ഇടവേള ഉണ്ടാകുമ്പോൾ അവരും വന്ന് ഈ പത്രം വായിക്കുന്നു. എന്തായാലും നമ്മൾ പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ വായന ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുന്ന കാലത്ത് ഇങ്ങനെ തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ തുടങ്ങേണ്ട ഒരു കാലം കൂടിയാണ്. ഇതിപ്പോൾ ആ നാട്ടിലേക്ക് ചെന്നാൽ 12 വർഷമായിട്ട് ആ ഒരു കാര്യം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും ഒരു മുടക്കവുമില്ല. നമ്മുടെ നാട്ടിലെ വായനശാലകളൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ നിന്നും അകന്നു പോകരുത്. ഒരുപാട് അറിവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ വായനശാലകൾ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലണം കേട്ടോ, പുസ്തകങ്ങളൊക്കെ വായിക്കണം. ശരി കമൽ.